ഇവിടെ ഇതിൻ്റെ മുമ്പിലുള്ള റോഡ് ഇതാ കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ് ഇവർ. ഗേറ്റിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റിയിട്ടില്ല, മൊത്തം പണിയാണ്. ഇനി അത് വെയിലും കൊണ്ടിട്ടിരിക്കണം. രാവിലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുള്ള ജീവിതം ഉണ്ടാകില്ലേ എന്നാവോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഏതൊരു വീടിൻ്റെയും ഐശ്വര്യം എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പിലുള്ള ഒരു മുറ്റം, അതല്ലെങ്കിൽ മുമ്പിലുള്ള റോഡ് കൂടിയാണ്. ഇവിടെ ഇതിൻ്റെ മുമ്പിലുള്ള റോഡ് ഇതാ കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ് ഇവർ. ചുന്തിരിക്കുട്ടിയല്ലോ, ചൊത്തനിന്ന് പൊങ്കൽ സെലിബ്രേഷന് വേണ്ടി ചൊത്തൻ ചുന്തിരിയല്ലോ. അവിടെ നിൽക്ക്, നല്ല കാണുള്ളൂ. ചൊത്തൻ്റെ മൂക്ക് മാത്രമേ കാണുള്ളൂ അടുത്തേക്ക് വന്നാല്, വേറൊന്നും കാണില്ല. ഈ കേരളത്തിൽ ഓണം എങ്ങനെയാണോ, വിഷു എങ്ങനെയാണോ, അതെ, അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ എങ്ങനെയാണോ, അതുപോലെയുള്ള ഒരു ഗ്രാൻഡ് സെലിബ്രേഷനാണ് തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ എന്ന് പറയണത്. അത് ഈ വരുന്ന 14-ാം തീയതിയാണ്, അതായത് നാളെ അല്ലേ, നാളെ. അപ്പോൾ സ്കൂളിലൊക്കെ ഇന്ന് ആഘോഷം കഴിയും, സ്കൂളിലടയ്ക്കും, കുട്ടികൾക്കൊക്കെ എൻജോയ്. അമ്മ സൂപ്പറായിട്ട് പൊളിക്കുമല്ലോ, ഭാവിയും പൊളിക്കുമല്ലോ. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് അവരുടെ ജോലി, ആ കാര്യങ്ങളും നോക്കണം. അതായത് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്, അപ്പോൾ ആ വർക്കും നോക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലത്തെ കുക്കിങ് കാര്യങ്ങൾ, ഹൗസ് ക്ലീനിങ്, ആ ഭാഗവും നോക്കണം. അപ്പോൾ ഡബിൾ വർക്കാണ്. അതുകൊണ്ട് ഞാൻ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മുറിച്ച് വെച്ചാൽ മതി, ഞാൻ കുക്ക് ചെയ്തോളാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. വീടിൻ്റെ മുമ്പ് തന്നെ കൊണ്ടുവന്നിട്ട് കോൺക്രീറ്റ് ഇടുകയാണ്, സിമെൻറ്റ് കൂട്ടുകയാണ്, മണൽ കൂട്ടുകയാണ്, എല്ലാ പരിപാടികളും ചെയ്യുകയാണ്. ബൈക്ക് വീടിൻ്റെ അകത്തോട്ട് എടുത്ത് വയ്ക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഗേറ്റിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റിയിട്ടില്ല, മൊത്തം പണിയാണ്. ഇനി അത് വെയിലും കൊണ്ടിട്ടിരിക്കണം. തൊട്ടടുത്തൊരു വീട് പണിയോ എന്തെങ്കിലും ഒരു പണിയോ വന്നാൽ മതി, അടുത്തുള്ള വീട്ടുകാർക്കാണ് ശല്യം. രാവിലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുള്ള ജീവിതം ഉണ്ടാകില്ലേ എന്നാവോ. സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയതാണ് ഇതുപോലെ നമ്മുടെ മുറ്റവും അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ ഈ ഭാഗം കുറച്ച് വൃത്തിയാക്കണം, കോൺക്രീറ്റ് ഇട്ടിട്ട് എന്നൊക്കെ. എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ, അവരത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി വന്ന പോർഷൻസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ട് അടിച്ച് നിരപ്പാക്കിയിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ വിഷ്വലൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കയറിയെങ്കിൽ നല്ല രസമായിരിക്കും എന്നുള്ളത് തോന്നണത്. ഭയങ്കര രസമല്ലേ കുട്ടികളുടെ കൂടെയുള്ള ഒരു കളി, അവരെ പഠിപ്പിക്കുക, എന്നിട്ട് ടീച്ചേഴ്സ് മൊത്തത്തിലുള്ള ഒരു എൻജോയ്മെൻറ്റ്, സെലിബ്രേഷൻ. ഓവർ ടൈമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. നൈറ്റ് ഷിഫ്റ്റ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോബാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ ഈ ടീച്ചിങ് എന്ന് പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ 4 നല്ല വെയിറ്റ് ഉള്ളത്? നല്ല വെയിറ്റ് ഉണ്ട് ഇത്ര. ചീത്ത വിളി കെട്ടിയവര് ചീത്ത വിളിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ പിസ്സ എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് മാത്രം കഴിക്കുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും കാലത്ത് കഴിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ ഏതെങ്കിലും കാലത്ത് കഴിക്കുന്ന ഒരാളാ, അതുകൊണ്ടാണ് ഒന്ന് കയറാം എന്ന് വിചാരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ നന്നല്ല, ഏതെങ്കിലും കാലത്ത് തന്നെ കഴിക്കാൻ പറ്റും. അങ്ങനെയൊന്നല്ല, പിസ്സ ബർഗറൊക്കെ അത്ര റെക്കമെൻഡ് ചെയ്യുന്നതല്ല. പിസ്സ ഓക്കെ, ബർഗറൊക്കെ അത്ര നല്ലതല്ല, ഫുൾ കൊഴുപ്പാണെന്ന് പറയും. കുട്ടിക്ക് എന്താ വാങ്ങിക്കുക? കഴിക്കുമല്ലോ, അന്ന് കഴിച്ചില്ലേ? അന്നവള് ദിവസം കഴിച്ചോളൂ, പെരുക്കി അതിലത്തെ സാധനം, ചിക്കൻ്റെ പീസൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് മനസ്സിലാക്കണില്ല, നമ്മൾ മാത്രം വേറെ വെച്ചിട്ട് അതിന് ഇതാക്കാതെ. KFCൻ്റെ അകത്തുള്ള കിയോസ്കിനകത്ത് കൂടെ ഓർഡർ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പണ്ട് കേരളത്തിലുണ്ടാകുന്ന സമയത്ത് കയറിയ KFCയിലൊന്നും ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് അന്ന് കണ്ടിരുന്നില്ലായി. ഇതേപോലെ ഇവിടെയും കൂടി കോൺക്രീറ്റ് ഇട്ട് അടിപൊളിയാവില്ലേ ഫുള്ളായിട്ട് ഈ റോഡ്? ഉണ്ടോ? ഇതൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തതാ, പക്ഷെ ഇവറ്റോട് ചെയ്യൂല കള്ളന്മാര്. ഈ വാച്ചാണ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ നന്നാവൂത്ര. എന്നാൽ പിന്നെ അവന്മാർക്ക് ഇത്രയും വാച്ച് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് നന്നായി ഇരുന്നാൽ പോരെ, നാട്ടുകാർക്ക് വെച്ച് നന്നാക്കാൻ നിൽക്കണോ?
ഇതുപോലെ കുറെ കള്ളന്മാരുണ്ട്. ഈ കള്ളക്കഥകൾ കേൾക്കാൻ എന്താ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട്. ഇയാൾക്ക് വിശ്വാസം ഉണ്ടോ? ഇതുപോലത്തെ കാര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടോ? ഇങ്ങനെ ഒരു വാച്ച് കിട്ടിയ ജീവിതമാണ് നന്നാവുന്ന് അറിയില്ലേ? ബെസ്റ്റ്. ഹലോ ഹലോ, അങ്ങോട്ട് തിരിച്ചിട്ട് എന്ത് കാണിക്കാനോ? എന്നാലും അവിടെ ഒന്ന് നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതാ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് 7 മണിയായി. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ. ഇന്നിതാ അമ്മൂന്റെ വകയാണ് ചെലവ്, ട്രീറ്റ് അല്ലേ? അത് നമ്മുടെ വകയാണ് ട്രീറ്റ്. എത്ര ദിവസം ലീവാന്നറിയോ? 6 ദിവസമൊന്നും ലീവ് വരില്ല, 5 ദിവസം. അടുത്ത തിങ്കളാഴ്ച കറക്റ്റ് ആയിട്ട് സ്കൂളിൽ പോകേണ്ടി വരും കേട്ടോ. സ്കൂളിലേക്കേ പോവില്ല. എന്നാ സ്കൂളിൽ നിന്ന് മിസ് ഇങ്ങോട്ട് തെരഞ്ഞു വരും. നോക്കിക്കോ, അച്ഛനെ സ്കൂളിൽ കൊണ്ടാക്കി തരണമെന്ന്. അവള് ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല, ഡീസന്റ് കുട്ടിയാ, മധുരൊന്നും കഴിക്കില്ല. ഞങ്ങൾക്ക് മിഠായി തരാൻ പാടില്ല. അപ്പൊ അച്ഛൻ ഇവിടെ നിക്കണ കണ്ടിട്ടാ, അച്ഛൻ ഇവിടെ നിന്ന് പോയാ ചോക്ലേറ്റ് എടുത്തപ്പോ മുണുങ്ങണ കണ്ടോ. അപ്പൊ അതാ ഇന്നത്തെ വ്ളോഗ് ഇതവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.